ഹലോ, സച്ചിയുടെയും രേവതിയുടെയും ഇന്നത്തെ പ്രൊമോ വിശേഷത്തിലേക്ക് ഏവർക്കും സ്വാഗതം. അങ്ങനെ ശ്രുതി തൻ്റെ അളവുകളെല്ലാം അവിടെ വിനിയോഗിക്കുകയാണ്. അങ്ങനെ എല്ലാ ആ ഒരു സ്ഥലത്ത് നിന്നും വീരാനെ ഒഴിവാക്കാനായിട്ട് ഒരു പദ്ധതി ആസൂത്രണം ചെയ്യുകയാണ്. അങ്ങനെ അച്ഛനെയും അമ്മയും ചന്ദ്രമതിയും രവീന്ദ്രനെയും കണ്ടിട്ട് അവരോട് പറയുന്നുണ്ട്, വീട്ടിലോട്ട് ചെന്ന് അവരെ ഒന്ന് സഹായിക്കൂ, ഏറ്റവും അടുത്ത കൂട്ടുകാരനല്ലേ, സ്വന്തം കുടുംബം പോലെയല്ലേ, അവരെ ഒഴിവാക്കുന്നു. സുധിയെ പറഞ്ഞ് ഓഫീസിലേക്ക് അയക്കുന്നു. അതുപോലെ തന്നെ ശ്രീകാന്തും വർഷയും അവർക്ക് ഇങ്ങനെ ഒരു ട്രിപ്പിന് പോകേണ്ടതുണ്ട്. അവർ നേരത്തെ അങ്ങ് പോകുന്നുണ്ട്. സച്ചിൻ രേവതിയും പോകാതെ അവിടെ നിൽക്കുകയാണ്. അവരെയും പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കുന്നു, അവിടെ ഇങ്ങനൊരു പ്രശ്നം ഉണ്ടാകുമെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ അവരെയും പോകും. ഇതെല്ലാം കഴിഞ്ഞ് ശ്രുതിയും ഓട്ടോയിൽ കയറി അങ്ങ് പോവുകയാണ്. അപ്പോൾ എല്ലാം റെഡിയാക്കിയിട്ടുണ്ട്. ബീരാൻ്റെ അടുത്ത് പറയുന്നു, അപ്പോൾ നിൻ്റെ ബുദ്ധി അപാരം തന്നെ, നീ അത്രയ്ക്കും ബുദ്ധിയുള്ളവളാണല്ലോ, അപ്പോൾ ഇവിടെ എല്ലാം ക്ലിയർ ആയിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. പക്ഷേ നിന്നെ കൊണ്ടുപോയ വീട്ടിൽ അവരുടെ ബുദ്ധിയില്ലായ്മ കൊണ്ടാണ്, മന്ദബുദ്ധികളായതുകൊണ്ട് നിന്നെ ഇതുവരെ പിടിക്കാതിരുന്നത്, അല്ലെങ്കിൽ നിന്നെ എന്നേ പൊക്കേണ്ടതായിരുന്നു എന്ന് വീരൻ പറയുന്നുണ്ട്. അങ്ങനെ അവർ എല്ലാവരും പോയി, ശ്രുതിയും അവിടുന്ന് പോയി കഴിഞ്ഞു. സച്ചിയും രേവതിയും അങ്ങനെ കാറിൽ വെച്ചിട്ടാണ് തിരിച്ച് അവിടെ മാളുവിൻ്റെ അച്ഛൻ ഫോൺ ചെയ്യുന്നത്. രവീന്ദ്രൻ്റെ ഫ്രണ്ട് അദ്ദേഹം വിളിച്ചിട്ട് പറയുന്നു, മാളു പറഞ്ഞിട്ടാണ് ഞാൻ വിളിക്കുന്നത്, നിങ്ങൾ അത്യാവശ്യമായിട്ട് ഇങ്ങോട്ടേക്ക് വരാൻ പറയുകയാണ്. അപ്പോൾ മാളുവിൻ്റെ അവളുടെ ഒരു ആഗ്രഹമല്ലേ എന്ന് പറയുന്നു. അങ്ങനെ തിരിച്ച് സച്ചിയും രേവതിയും തിരിച്ചു വരുവാണ്. പക്ഷേ അത് ശ്രുതി അറിയുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ ആ ചടങ്ങിൽ പങ്കെടുക്കുന്നു. സച്ചിയുടെയും രേവതിയുടെയും കാലിൽ തൊട്ട് അനുഗ്രഹവും വാങ്ങിയാണ് അവർ യാത്രയാവുന്നത്. അപ്പോൾ ഈ ഒരു ചടങ്ങിലേക്ക് പെട്ടെന്ന് തന്നെ നോക്കുമ്പോൾ അവരെ അതിശയിപ്പിച്ചുകൊണ്ട് ഇതെല്ലാം കഴിഞ്ഞു. സച്ചിയും രേവതിയും ഇങ്ങനെ വരുന്ന സമയത്താണ് വീരാനെ കാണുന്നത്. അവിടെ വെച്ചാണ് വീരാനെ പിടികൂടുന്നത് സച്ചി. അങ്ങനെ വീരാനെ പൊക്കുകയും സകല കാര്യങ്ങളും ചോദിച്ചറിയുകയും താനും ശ്രുതിയായിട്ട് യാതൊരു ബന്ധമില്ല എല്ലാം അവരറിയുകയാണ്. അതിനുശേഷം അങ്ങനെയുള്ള എപ്പിസോഡ് വിവരങ്ങളൊക്കെയാണ് ഇന്ന് നമുക്ക് പ്രൊമോയിൽ കാണുവാനായിട്ട് കഴിയുന്നത്. അപ്പോൾ അങ്ങനെ ശ്രുതിയുടെ എല്ലാ കള്ളത്തരങ്ങളും സച്ചിയും രേവതിയും അറിയുകയാണ്. അപ്പോൾ ഇനിയിപ്പോൾ ശ്രുതിക്ക് പിടിച്ചു നിൽക്കാനാകില്ല ഒരിക്കലും. ഇനി എന്തെല്ലാം കള്ളത്തരങ്ങൾ പറഞ്ഞിട്ടുണ്ടോ അതെല്ലാം പൊളിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ വീരൻ ഒരു കാര്യം മാത്രം പറയുന്നില്ല. അപ്പോൾ ശ്രുതിയുടെ അച്ഛൻ മലേഷ്യയിലാണെന്നും ഫാമിലിയെക്കുറിച്ചൊക്കെ പറഞ്ഞു, അതൊന്നും അറിയത്തില്ല. പക്ഷേ ഞാൻ അവളുടെ ഇളയച്ഛനോ മറ്റൊന്നും അല്ല, അത്രയും അയാൾ പറയുന്നുണ്ട്, കാര്യങ്ങളെല്ലാം പറയുകയാണ്. അങ്ങനെ വീരാൻ ഇനിയും ഒന്നും ഒളിച്ചു വെക്കാൻ കഴിയത്തില്ല. ഇനിയിപ്പോൾ സച്ചിയുടെ മുമ്പിൽ പിടിച്ചു നിൽക്കാനും കഴിയത്തില്ല. ഇത്രയും ബന്ധവും, കാരണം സച്ചിയും രേവതിയും കൂടെ ചേർന്നിട്ടാണ് ഈ ഒരു വിവാഹം നടത്തത്. പയ്യൻ്റെ അമ്മാവനാണെന്ന് അറിയുകയാണ്. അപ്പോൾ അങ്ങനെ വീരാനെയും കൂട്ടി സച്ചിയും രേവതിയും തിരിച്ച് വീട്ടിലേക്ക് വരുന്നുണ്ട്. അപ്പോഴേക്കും ശ്രുതി അതിശയിച്ചു പോവുകയാണ്. അപ്പോൾ വീരാനെ കാണുമ്പോൾ തന്നെ അറിയാം ഇനിയിപ്പോൾ എല്ലാ കള്ളത്തരങ്ങളും പൊളിഞ്ഞു. അപ്പോൾ അവരുടെ അച്ഛൻ്റെയും അമ്മയുടെയും ചന്ദ്രയുടെയൊക്കെ മുമ്പിൽ നിർത്തിക്കൊണ്ട് തന്നെ സത്യങ്ങളെല്ലാം വിളിച്ചു പറയാണ്. ശ്രുതി ഉൾപ്പെടെ അതിശയിച്ചു പോവുകയാണ് ശ്രുതിയുടെ കള്ളത്തരം. അപ്പോൾ ഞാൻ ഇവളുടെ ഇളയച്ചനോ മറ്റാരുമല്ല, പിന്നെ ഇവളുടെ മലേഷ്യയിലെ ജീവിതത്തെ ബന്ധത്തെപ്പറ്റി അതൊന്നും എനിക്കറിയില്ല, പക്ഷേ ഞാൻ ഇവളുടെ ഇളയച്ചനല്ല എന്ന് പറയുകയാണ്. അങ്ങനെ ചന്ദ്രമതി ശ്രുതിയെ ചന്ദ്രോദയത്തിൽ നിന്നും ആട്ടിയിറക്കുന്ന രംഗങ്ങളൊക്കെ നമുക്ക് വരുന്ന പ്രൊമോയിൽ കാണാൻ കഴിയാവുന്നതാണ്. നല്ല അടിപൊളി കിടിലൻ രംഗങ്ങളൊക്കെയാണ് ചെമ്പനീർപ്പൂൽ ഇനിയിപ്പോൾ വരാനായിട്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ശ്രുതിയുടെ എല്ലാ കള്ളത്തരങ്ങളും പൊളിയുകയും ശ്രുതിയെ ചന്ദ്രോദയത്തിൽ നിന്നും ചന്ദ്രമതി പിടിച്ചിറക്കി വിടുന്ന രംഗങ്ങളൊക്കെ നമുക്ക് വരുന്ന എപ്പിസോഡിൽ കാണാവുന്നതാണ്. അപ്പോൾ ഇതുപോലെയുള്ള പുത്തൻ വിശേഷങ്ങൾക്കായിട്ട് പ്ലീസ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ മിസ്സാക്കാതെ കാണുക. ഓക്കെ.